അധ്യായം 42 വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 42 വാക്യം. മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. കർത്താവേ, പരിശുദ്ധ പിതാവേ, അടികളായുസിൽ ഒരു വിശുദ്ധ ദിവസം കൂടി അങ്ങേ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അങ്ങ് ദാനമായി തന്ന മഹാസ്നേഹത്തിനായി നന്ദിയുടെ സ്തോത്രം. പല ഭവനങ്ങളിലാണ് ഞങ്ങൾക്കൊരു ഭവനത്തിലെ അംഗങ്ങളെ പോലെ അങ്ങയുടെ മധുമേറിയ ആലയത്തിൽ കടന്നു വന്ന് അങ്ങേ ആരാധിപ്പാൻ ഭാഗ്യം തന്നല്ലോ. നോമ്പിൻ്റെ അവസരത്തിൽ ഒരു വിശുദ്ധ ദിവസം ആചരിപ്പാൻ ഞങ്ങളെ കുട്ടികൾക്ക് കൃപയ്ക്കായി സ്തോത്രം. ആരാധനയ്ക്കായിട്ട് കടന്നു വരിക്കുന്ന അവിടുത്തെ മക്കളെ പ്രത്യേകാൽ അവിടുന്ന് അനുഗ്രഹിക്കണം. വചനം പറയുന്ന ബലഹീനനായ അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണേ. അടിയൻ പറയുന്നതിനപ്പുറമായ ആഴങ്ങളിലെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. എല്ലാവരും അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അങ്ങയിൽ സന്തോഷമുള്ളവരായി ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവാൻ അങ്ങ് അടിയങ്ങളെ സഹായിക്കണം. ബഹുത്വം മാത്രമെടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രകാരം ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഒരു വിശുദ്ധ ദിവസം കൂടി നമുക്ക് ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും എന്നൊക്കെ വേണം ദൈവം ഇടയാക്കിയതിന് ഞാൻ ആദ്യമായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു, സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ഈ ആരാധനയെക്കുറിച്ച് വളരെ നേരത്തെ തന്നെ എന്നോട് പറയുകയും ഞങ്ങളെ കുടുംബമായി പ്രത്യേകമായി ക്ഷണിക്കുകയും ചെയ്ത, അത് ഫോണിലൂടെയും നേരിട്ടും കത്തുമുഖേനയും ഞങ്ങളെ ക്ഷണിച്ച എത്രയും സ്നേഹമുള്ള ബഹുമാനമുള്ള നമ്മുടെ ഇടവപ്പെട്ടക്കാരൻ ഒജെ ജോർജ് അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട ശുശ്രൂഷകൻ ജെ ജോൺ സാറിനും സഭയുടെ ഭരണസമിതി അംഗങ്ങൾക്ക്, പ്രിയപ്പെട്ട കൈക്കാരന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും കൗൺസിൽ അംഗങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി സ്നേഹ സമയത്ത് അറിയിക്കും. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ പ്രത്യേകിച്ച് നന്ദി. അച്ഛൻ പറയുന്ന പോലെ അങ്ങനെ എനിക്ക് പറയാൻ അറിയത്തില്ല, എങ്കിലും അച്ഛൻ വളരെ കാര്യമായി നല്ല വാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്തുവല്ലോ. അതിനെ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ജോൺ സാറ് സ്വാഗതം ചെയ്യുന്ന പറഞ്ഞ് 3 ഡയസ് എന്ന് പറഞ്ഞ് 3 ഡയസൊന്നുമില്ല, 2 ഡയസിനാണുള്ളത്. 3 ഡയസ് ഉണ്ടായിരുന്നു, അത് ഒരു 7 മാസം ഉണ്ടായിരുന്നതിന് ശേഷം ഞങ്ങൾക്ക് മൊത്തമായി കേരളത്തിലെ 6 മഹാടകളാണ് ഉള്ളത്. കോടതിയുടെ ജഡ്ജസിൻ്റെ പ്രത്യേക തീരുമാനം അനുസരിച്ച് ഓരോരുത്തർക്ക് ഓരോ ഡയസ് അഡീഷനായിട്ട് കൊടുത്തുകൊണ്ട് 3 ഡയസിസ് 6 ബിഷപ്പുമാർക്ക് 6 ഡയസ് വിധിച്ചു കൊടുത്തിരിക്കുകയാണ്. എനിക്ക് നമ്മുടെ മഹാട കൂടാതെ കൊല്ലം കൊട്ടാരക്കര മഹാടയും റോയ്സ് മനോജ് തിരുമേനിക്ക് മലബാർ കൂടാതെ സൗത്ത് കേരളയും, കോട്ടയത്തെ മധ്യകേരള മഹാട സാബു തിരുമേനിക്ക് മധ്യകേരളത്തോടൊപ്പം കൊച്ചിൻ മഹാടവിയും, അങ്ങനെ 3 ഡയസ് ബിഷപ്പുമാർക്ക് നമ്മുടെ കേരളത്തിലുള്ള 6 മഹാടകളെ ചുമതകൾ വിവാഹിച്ച് കൊടുത്തിരിക്കും. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കാര്യം പറഞ്ഞത്. നമുക്കറിയാമല്ലോ, ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി നടത്തപ്പെടേണ്ടതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായ ദൈവസഭയാകിയാൽ ദൈവത്തിന് പ്രത്യേകമായ നടത്തിപ്പ് അതിനാവശ്യമാണ്. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമെങ്കിലും ഒരിക്കൽ കൂടെ ഞാൻ വിനയമായി അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇന്ന് ഇവിടെ വരുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന് ഞാനവിടെ നിന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിപ്പോയ ഒരു ചിന്തയും കൂടെ പറയട്ടെ. ഒരിക്കൽ ഇവിടെ അഭിനയ കെ.ജെ. സൗമൽ തിരുമേനിയുടെ ഒത്ത് ഞാനിവിടെ വരികയുണ്ടായി. അന്ന് ഞാൻ തിരുമേനിയുടെ സെക്രട്ടറിയാണ്, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് വരുമ്പോൾ അന്ന് കൂടെ വേറെ 1-2 വിദേശ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു തിരുമേനിയുടെ കൂടെ. അന്ന് തിരുമേനി ഇവിടെ നിന്ന് ഇതുപോലുള്ള ഈ സ്ഥലത്ത് നിന്ന് പറയുമ്പോൾ തറ അന്ന് ഇതുപോലെ ടൈലില്ല, ഒന്നാമത് ടൈലിത്താണ് ഇട്ടത്, സിമെൻ്റില്ല, അന്ന് നമ്മുടെ മെഴുകിയുള്ള തറയാണ്. ഷീറ്റ് മുകളിലത്തെ പോലെ ഷീറ്റില്ല, ഇതുപോലെ കഴുക്കോല ഉത്തരങ്ങളോ ഒന്നുമില്ല. അന്ന് പുല്ല് മേച്ചിലാണ്. അന്ന് കൃത്യം ഇവിടെ നിന്നപ്പോൾ ഇതിൻ്റെ മേളിൽ തന്നെ കൃത്യം ഒരു കിഴുത്തുണ്ടായിരുന്നു. പുല്ലിച്ചിരി മാറിയിരുന്നത്. രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭാമക്കൾ ഓർത്തു ഇതിങ്ങനെ നനഞ്ഞ് ഒക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ തിരുമേനിക്കൊരു മനസ്സരിവ് തോന്നും, ഉടനെ എന്തെങ്കിലും സഹായം പ്രഖ്യാപിക്കും എന്നൊരു ചിന്തയാണ്. അതുകൊണ്ട് അവർ
അത് കണ്ടെങ്കിലും എന്ത് ചെയ്തില്ല, അതൊരു വടി വെച്ച് അങ്ങോട്ടോ കൊണ്ട് 2 തല്ലി എന്ത് ചെയ്യും, ആ പൊത്തം കടഞ്ഞു പോയേനെ. നമുക്കറിയാലോ, പഴയ പുല്ലുമേച്ചിലൊക്കെ നമുക്കറിയാവുന്ന കേസ്. തിരുമേനി ഓർത്തു, ഞാൻ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരെ എന്ത് ചെയ്തില്ല, ആ പൊത്തുപോലും ഒന്നും അടച്ചു വെച്ചില്ലല്ലോ എന്ന് തിരുമേനി ഓർത്തു. ഞാനന്ന് ഓർത്ത് പോയത്. പിന്നെ ഞങ്ങൾ പോയ വഴിക്ക് രസകര വേറെ കമൻ്റൊക്കെ ഞങ്ങൾ പറഞ്ഞ് എന്ത് ചെയ്തു, ഞങ്ങൾ പോയി. അത് ഞാനിപ്പോൾ ഓർക്കും. നമ്മളെ അങ്ങനെ പല ചിന്തകളാണ് നമുക്കുള്ളത്. വിശ്വാസികൾക്കൊരു ചിന്ത, അധ്യക്ഷന്മാർക്ക് വേറൊരു ചിന്ത, കാഴ്ചപ്പാടുകളൊക്കെ വളരെ വ്യത്യാസമാണ്. ഞാനത് പറഞ്ഞത് അതിൽ നിന്ന് എത്രയോ അത്ഭുതകരമായി ദൈവം നമ്മുടെ സഭയെ വഴി നടത്തി, അല്ലേ? ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെ പറയാനുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്തു എത്ര നന്മകൾ എന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ താല്പര്യം. ഒരുപക്ഷെ നിങ്ങൾ സ്ഥിരം വരുന്നതാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ലായിരിക്കാം. ഞാനിതുപോലെ ഇവിടുത്തുകാരൻ തന്നെ ആണെങ്കിലും വല്ലപ്പോഴും വരുമ്പോൾ വളരെ വളരെ വ്യത്യാസങ്ങൾ കാണുന്നു. ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും കൊടുക്കുകയും സഹകരിക്കുകയും സഭയെ കെട്ടുമണി ചെയ്യുന്നതിൽ നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് നൽകിയ നല്ലദാനങ്ങളെ ഉപയോഗിക്കുന്നതിലും ഞാൻ പ്രത്യേകമായി സഭയെ ഒന്നടങ്കം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം ഈ ദേവാലയത്തിൻ്റെ ഉൾവശം വളരെ മനോഹരമായിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം, അല്ലേ? നമ്മൾ ആ വാക്യം ഓർക്കണം. സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം. നമ്മൾ രാവിലെ കയറി ഇങ്ങോട്ട് വരുന്നത് ചെയ്യും, നമുക്കൊരു മനസ്സിന് ഒരു നല്ലൊരു കുറവ് തോന്നും, അല്ലേ? പൊട്ടിപ്പൊളിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തോന്നത്തില്ല. അപ്പം ഈ ചുറ്റുപാടുകൾക്കെല്ലാം ആരാധന നമ്മുടെ ദൈവ ആരാധനയിലേക്ക് നമ്മളെ നയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നും കൂടെ നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച അത് നൽകിയ കുടുംബത്തെ ഓർത്ത്, അതിനുവേണ്ടി നല്ല പ്രോത്സാഹനം നൽകിയവരെ ഓർത്ത്, എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഇനിയും ധാരാളം കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവം സഭാപങ്ങളെ നിങ്ങളെ എല്ലാവരെയും ശക്തിയിരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായകസംഘമുണ്ട്. വളരെ മനോഹരമായ യൂണിഫോമിൽ അവർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വളരെ സന്തോഷം. അവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. സഭയ്ക്ക് ചുമതല കൊടുക്കുന്ന കമ്മിറ്റി അംഗങ്ങളെയും അതുപോലെ തന്നെ കൈക്കാരന്മാരെയും ചുമതലയിരിക്കുന്ന കൗൺസിൽ അംഗത്തെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കപ്പയാരശിനെയും നിങ്ങളെല്ലാവരെയും സഭാമക്കളെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന സ്നേഹമുള്ള ജെ ജോൺ സാറിനും കൊച്ചമ്മയ്ക്കും മക്കൾക്കും കൃത്യമായുള്ള നന്ദി സ്നേഹസമയത്ത് അറിയിക്കട്ടെ. ഞാൻ ഒട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത നമ്മുടെ ഇടവപ്പെട്ടക്കാരൻ, എത്രയും ബഹുമാനമുള്ള ഒജെ ജോറേച്ചനെ സംബന്ധിച്ച് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്, അദ്ദേഹം സന്നദ്ധ ശുചാൽ സംഘത്തിൻ്റെ അതുപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളുടെയൊക്കെയും അതിൻ്റെ മുന്നണി പടയാളിയായി പ്രവർത്തിക്കുന്നതാണ് ഞാൻ സമയത്ത് ഓർക്കുന്നത്. ഉപ്പുതോടിൽ അദ്ദേഹം ഇടവക അവിടെ ശുശ്രൂഷ ചെയ്യുന്ന കാലം തൊട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ആളെന്നുള്ള അർത്ഥത്തിലല്ല. അവരൊക്കെയും പോകുന്ന പുറകെ ഞാനും എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഒജെ ജോറേച്ചൻ, കല്ലിൻതൊട്ടി ഉപദേശി, അങ്ങനെയുള്ള ആൾക്കാരാണ് അന്നുണ്ടായിരുന്നത്. സുവിശേഷ പ്രസംഗമൊക്കെ ആയിട്ട് ഈ മണിയാറൻകുടിയുടെ പല ഭാഗങ്ങളിൽ, ഇവിടെ ഈ തൊട്ടപ്പുറത്തെ സിറ്റിയിലും താഴത്തെ സ്കൂളിൻ്റെ അവിടെയും ഒക്കെയും അവർ വന്ന് നിന്ന കൂട്ടത്തിൻ്റെ പുറകിൽ ഞാനും പോയി നിന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. ഇവിടെ മാത്രമല്ല, വെൺമണിയിലും അതുപോലെ ഹൈറേഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അന്ന് സന്നദ്ധ ശിശു സംഘത്തിൻ്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊന്നത്തടി ഇടവക കൂട്ടായ്മ സി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ സമയത്ത് ഓർക്കുന്നു. അതുകൊണ്ട് അന്നെല്ലാം അവർ പോയ അവരുടെ അത്യുഷ്ണതയും താല്പര്യമെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ചിന്ത. പിന്നീട് മഹായുടെ രൂപീകൃതമായപ്പോൾ അവരതിൻ്റെ മുന്നണി പോരാളികളായിട്ട് പ്രവർത്തിച്ചു. മഹായുടെ സന്ധിപ്പിന് വേണ്ടി മഹായുടെ ഓരോ വീടും കയറി ഇറങ്ങി സംഭാവനകൾ, സമേതാദാനങ്ങൾ സ്വീകരിച്ചത് ഞാൻ സമയത്ത് ഓർക്കുന്നു. മഹായുടെ കെട്ടുമണിയിൽ അവർ വളരെ അത്യാവശ്യത്തോടെ പ്രവർത്തിച്ചു. ഇപ്പോഴും റിട്ടയർഡ് ആയെങ്കിലും ഏൽപ്പിക്കുന്ന ചുമതലകൾ ഭംഗിയായിട്ട് ചെയ്യുവാൻ പ്രിയപ്പെട്ട അച്ഛൻ കാണിക്കുന്ന താല്പര്യത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. മാത്രമല്ല, പ്രത്യേകമായ നല്ല വാക്കുകളൊക്കെയും പറഞ്ഞ് ഞങ്ങളൊക്കെ സ്വാഗതം ചെയ്തതിനും പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു. ബഹുമാനുള്ള അച്ഛൻ്റെ മോൻ, നമുക്കറിയാമല്ലോ, സുരേഷ് അച്ഛൻ നമ്മുടെ മഹാടയിൽ വളരെ സുസ്ഥിരമായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് കുടുംബമായിട്ടിവിടെ വരുവാനിടയായതിൽ ഒരിക്കൽ കൂടി ഉള്ള സന്തോഷം അറിയിക്കട്ടെ. ഇതിന് ശേഷം ഞങ്ങൾ കൊല്ലം കൊട്ടാരക്കര മഹാടയുടെ അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും ഓഫീസ് സ്റ്റാഫിൻ്റെയും ഒരു റിട്രീറ്റ് 2-3 ദിവസമായിട്ട് കൊടൈക്കനാലിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസ്പിറ്റർ ഓർഡിനേഷനുള്ള റിട്രീറ്റും അവിടെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ ഇവിടുന്ന് തന്നെ പോകാം എന്ന് കരുതുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു യാത്രയുടെ ഇടയിലും കൂടെയാണ് ഇവിടെ ആയിരിക്കുന്നത്. ഇപ്രകാരം ഈ പ്രോഗ്രാം നേരത്തെ പറഞ്ഞതുകൊണ്ട് എനിക്ക് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച്
നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ കൗൺസിൽ മെമ്പർ, ഇടുക്കി ഇടവയിലെ കൗൺസിൽ മെമ്പറും കൂടെ ആയിരിക്കുന്ന സ്നേഹമുള്ള ബെന്നി സാർ നമ്മുടെ മധ്യമുണ്ട്. ഈ ഇടുക്കി ഇടവയുടെ എല്ലാവിധമായ കാര്യങ്ങൾക്കും അദ്ദേഹവും ചുമതല കൊടുക്കുന്നു. കൂടാതെ നമ്മുടെ ഡയസൻ തലത്തിലുള്ള പല പ്രസ്ഥാനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും അദ്ദേഹത്തെ ഞാൻ സമയത്ത് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സതീശൻ സാറിനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല. കൂടെ എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണമെന്നും അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സൽക്കാരങ്ങളൊക്കെ സ്വീകരിക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്ന് ഞാനിങ്ങനെ മറ്റൊരു പ്രോഗ്രാമിന് പോകും എന്നറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്നെ ഇന്ന് വളരെ നിർബന്ധമായിട്ട് വിളിക്കുക, വരണം. അപ്പോൾ ചെല്ലിയാലെന്ന് ഉറപ്പാണുള്ളത്. തമാശ വേണ പറഞ്ഞതാണ്. എങ്കിലും സാറിനെയും സോളിയെയും മോനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അവരുടെ എല്ലാം ശുശ്രൂഷ സപ്പോർട്ടുകൾ ഞാൻ സമയത്ത് ഒരുമിച്ച് പലയിടങ്ങളിൽ വളരെ സുസ്ഥിരമായ സേവനങ്ങൾ ചെയ്യുവാൻ ഇടയായതും ഞാൻ ഓർക്കുന്നു. കർത്താവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചതും ഞാൻ സമയത്ത് ഓർക്കുന്നു. ദൈവം അദ്ദേഹത്തെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ കാലഘട്ടമാകുന്നു. നോമ്പിലെ ഞായറാഴ്ചയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവിടെ വളരെ പ്രധാനപ്പെടുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന അപേക്ഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ, പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളൊക്കെ എത്ര പേർക്ക് മനസ്സിലായി എന്നറിയത്തില്ല. കാരണം മലയാളമാണെങ്കിൽ തന്നെയും അത് ഭാഷകൾ നമുക്ക് വളരെ സാധാരണയുള്ള ഭാഷകളല്ല, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഭാഷകളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ആ ഒരു നമ്മുടെ ഒരു സമീപനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് യോജിച്ചതായ വേദഭാഗങ്ങളാവുന്നു അവിടെ രേഖപ്പെടുത്തി നമ്മൾ വായിച്ചു കേട്ടത്. ഒന്നാം പാഠമായിട്ട് വായിച്ചു കേട്ട് നമ്മൾ എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗതി നിന്ന് മൊർദെഖായിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മൊർദെഖായി അവിടെ കരഞ്ഞ് നിലവിളിച്ച് ഉപവസിച്ച് രട്ടെടുത്ത് വസ്ത്രം കീറി രാജധാനിയുടെ അടുത്തൂടെ നടക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രാജധാനിയുടെ അടുത്തൂടെ അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ലാത്തതാണ്. അതിൻ്റെ കാരണം എന്താണ് എന്ന് മൊർദെഖായിയുടെ വളർത്തുമകളാകുന്ന എസ്തേർ അന്വേഷിച്ചു. എസ്തേർ അപ്പോൾ കൊട്ടാരത്തിലെ രാജകുമാരി അല്ലെങ്കിൽ പ്രധാന രാജഭഗ്നിയാണ്, പട്ടമഹർഷിയാണ് എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. രാജാവിൻ്റെ അടുത്തോ കൊട്ടാരത്തിന് മുമ്പിലോ രട്ടെടുത്തുകൊണ്ട് ഒരാൾക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം അറിയാമെങ്കിലും മൊർദെഖായി അവിടെ രാജകുമാരി പാർക്കുന്ന ആ വീടിന് അടുത്തായി ഇങ്ങനെ നടക്കുന്നത് കണ്ട് രാജകുമാരിയുടെ ദാസീദാസന്മാർ അവരുടെ അടുത്ത് വന്ന് പറയുന്നു, മൊർദെഖായി ഇങ്ങനെ നടക്കുന്നു, എന്താ കാരണം എന്നറിയത്തില്ല. ഉടനെ എസ്തേർ പറയുന്നു, എന്താണ് ഇതിൻ്റെ സംഗതി എന്താണെന്ന് പറയണം. അത് മാത്രമല്ല, ആദ്യമേ ഈ വസ്ത്രം നീ കൊണ്ടേ കൊടുക്കണം എന്ന് പറഞ്ഞ് അവരുടെ ബാല്യക്കാരുടെ അടുത്ത് വസ്ത്രങ്ങൾ കൊടുത്തു വിടുന്ന കാണുവാൻ സാധിക്കും. കാരണം എൻ്റെ പറയുന്നത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, രാജാവ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ശിക്ഷയാണ്. ഒരുപക്ഷെ കഴുത്തിന് മേലെ തല കാണാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് മൊർദെഖായിക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് പറഞ്ഞ് വസ്ത്രം കൊടുത്തു വിട്ടെങ്കിലും വസ്ത്രം വാങ്ങാനോ അത് ധരിക്കാനോ തൻ്റെ കീറ്റ വസ്ത്രം മാറ്റാനോ അദ്ദേഹം തയ്യാറായില്ല. പറഞ്ഞു വിടുന്ന സംഗതിയുണ്ട്. ഇങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൽപ്പന എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എല്ലാ യഹൂദന്മാരെയും കൊന്നുകളയണം എന്നുള്ള കൽപ്പനയാണ്. ശൂഷൻ രാജധാനിയിലും ആ ചക്രവർത്തി ഭരിക്കുന്ന എല്ലാ ദേശങ്ങളിലുമുള്ള സകല യഹൂദന്മാരെയും കൊന്നുകളയണം എന്നുള്ള കൽപ്പന രാജാവ് ഓരോരോ ദേശത്തേക്കും അവരവരുടെ ഭാഷയിൽ എഴുതി അയച്ചിരിക്കുന്നു. ശൂഷൻ രാജധാനിയിലും അതിനൊരു പകർപ്പ് ഇട്ടിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ ചെന്ന് എസ്തേറിനോട് പറയണം. മാത്രമല്ല, ഇതാണ് അതിൻ്റെ ഒരു പകർപ്പ്, ഇതും കൂടെ നീ കൊണ്ടേ കാണിക്കണം എന്ന് പറഞ്ഞ് എസ്തേറിൻ്റെ ബാല്യക്കാരുടെ അടുത്ത് മൊർദെഖായി തിരിച്ച് ഒരു കാര്യം പറഞ്ഞു വിടുന്നു. ആ കൂട്ടത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ കാര്യത്തിൽ ഇടപെടണം. നീ ആരാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും രാജാവിന് അറിയത്തില്ല. രാജധാനിയിൽ അതിനെക്കുറിച്ചുള്ള അറിവൊന്നുമില്ല. നീ അങ്ങനെ രക്ഷപ്പെടാം എന്ന് വിചാരിക്കരുത്. തീർച്ചയായിട്ടും ഇസ്രായേൽ മക്കളെ എല്ലാവരെയും അല്ലെങ്കിൽ യഹൂദന്മാരെ മുഴുവനും ഒരുപക്ഷെ രാജാവിൻ്റെ പട്ടാളക്കാർ നശിപ്പിക്കുമായിരിക്കും. എന്നാൽ ആ വലിയ നശീകരണത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് രക്ഷിക്കുമായിരിക്കും ഞങ്ങളെ. എന്നാൽ നീ കൊട്ടാരത്തിലിരിക്കുന്നെന്ന് വിചാരിച്ച് രക്ഷപ്പെടും എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ വലുതായിട്ടുള്ള വിപത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന, കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ ഞങ്ങളോട് കൂടെ നീ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെങ്കിൽ ദൈവം ഞങ്ങളെ രക്ഷിക്കും, പക്ഷെ നിനക്ക് രക്ഷയുണ്ടാകത്തില്ല
എന്ന് പറഞ്ഞു വിടുന്ന ഒരു ശബ്ദം നമുക്കിടെ കാണുവാൻ സാധിക്കും. അതിൻ്റെ തീക്ഷ്ണത, അതിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ അപകടം മനസ്സിലാക്കിയ എസ്തേർ വീണ്ടും തിരിച്ച് ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. ആ കത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: അല്ലയോ മൊർദെഖായിയെ, നിനക്ക് ഇവിടുത്തെ കാര്യങ്ങൾ, ഈ രാജ്യത്തെ കാര്യങ്ങളും നിയമങ്ങളൊക്കെയും അറിയാമല്ലോ. രാജാവിൻ്റെ അടുത്ത് ചെന്നൊരു കാര്യം പറയണമെങ്കിൽ അത് വെറുതെ ഓടിച്ചെന്ന് പറയുവാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ രാജസന്നിധിയിൽ ചെല്ലുമ്പോൾ രാജാവ് അവൻ്റെ നേരെ ചെങ്കോല് നീട്ടിയില്ലെങ്കിൽ അവനെ വെട്ടിക്കൊന്ന് ദൂരെ കളയും. അത് ഈ രാജ്യത്തുള്ള ചക്രവർത്തിയുടെ അധികാരത്തിന് കീഴിലുള്ള എല്ലാ രാജ്യങ്ങളിലും എല്ലാ രാജാക്കന്മാർക്കും രാജഭൃത്യന്മാർക്കും പ്രമാണികൾക്കും പ്രഭുക്കന്മാർക്കും സർവ്വജനത്തിനും സാധാരണ ജനത്തിനും അറിവുള്ള കാര്യമാണ്. യാതൊരുവൻ രാജാവിൻ്റെ മുമ്പാകെ ചെല്ലുമ്പോൾ അവൻ്റെ നേരെ ചെങ്കോൽ നീട്ടിയില്ലെങ്കിൽ അവനെ വെട്ടിക്കൊന്നുകളയും. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10-30 ദിവസമായി എന്നോട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടില്ല. രാജാവ് പറയാതെ എനിക്ക് രാജാവിൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവാണെങ്കിലും ചെല്ലുവാനായിട്ട് പറ്റത്തില്ല. ഞാൻ പട്ടമഹർഷിയാണെങ്കിലും ഞാൻ പ്രധാനപ്പെട്ട ആളാണെങ്കിലും എനിക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമില്ല. എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. ഞാനും എൻ്റെ ദാസിമാരും എൻ്റെ ഭൃത്യന്മാരുമെല്ലാം ഇന്നേക്ക് ഉപവസിക്കാൻ പോവുകയാണ്. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ അവിടെ പോകും എന്ന് പറഞ്ഞു. എൻ്റെ ജീവൻ പോകണമെങ്കിൽ പോകട്ടെ, നീയും എന്ത് ചെയ്യണം, നീയും നിന്റെ ജനവും ഈ കാര്യത്തിന് വേണ്ടി ഉപവസിക്കണം എന്ന് പറഞ്ഞു വിടുന്ന മറുപടിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കും. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ അകത്ത് വായിച്ച വേദഭാഗത്തിൽ അതില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടപ്പെടുന്ന, ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന, വിധിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ പക്ഷം ചേരുവാൻ മൊർദെഖായി എസ്തേറിനോട്, രാജ്യത്തെ രാജാവിൻ്റെ ചക്രവർത്തിയുടെ പട്ടമഹർഷിയോട് പറയാണ്. അതിൻ്റെ അപകടം മനസ്സിലാക്കി അവൾ പറയാണ്, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്ന, പക്ഷെ ഒരു കാര്യം, ദൈവത്തിന് മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉപവസിക്കും, എൻ്റെ ദാസിദാസന്മാർ ഉപവസിക്കും, നീയും നിൻ്റെ ജനം ഉപവസിക്കണം ഈ കാര്യത്തിന് വേണ്ടി. കാരണം ഞാൻ അനുവാദമില്ലാതെ രാജാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. രാജാവ് ചെങ്കോൽ നീട്ടിയിട്ടല്ലാതെ എന്ത് ചെയ്യത്തില്ല, എനിക്കൊരു കാര്യം പറയാനോ എനിക്ക് ജീവനോടെ തിരിച്ചു പോരാനോ സാധ്യമല്ല, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കും. നമുക്ക് തുറന്നുള്ള കാര്യം നമുക്കറിയാം. അവിടെ പോയി രാജാവിന് എസ്തർ വന്നപ്പോൾ ചെങ്കോൽ നീട്ടുന്നതും കാര്യമുണർത്തിക്കാൻ അവസരം കിട്ടുന്നത് നമുക്ക് കാണാം. ഇസ്രായേൽ മക്കളെ അല്ലെങ്കിൽ യഹൂദന്മാരെ ദൈവം രക്ഷിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം നമ്മുടെ ചിന്താവിഷയമായിട്ട് ബന്ധിപ്പിച്ച് പറയുമ്പോൾ, കഷ്ടപ്പെടുന്ന, ദുരിതപ്പെടുന്ന, പാർശ്വവൽക്കരിക്കപ്പെടുന്ന, ജീവിതത്തിൽ യാതൊരു വിധമായ ആശയും ഇല്ലാതെ ആശയറ്റുപോയ ഒരു ജനത്തെ, കൊല്ലുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു ജനത്തെ, കൽപ്പനകൾ പുറപ്പെട്ടിരിക്കുന്ന ജനത്തിന് പക്ഷം ചേരുവാൻ എസ്തർ കാണിക്കുന്ന ആ ഒരു ധൈര്യം, അതിൽ അവൾ കാണിക്കുന്ന അവളുടെ ഇച്ഛാശക്തി, അവൾക്കുള്ള ദൈവാശ്രയം, ജീവൻ പോകണമെങ്കിൽ പോകട്ടെ, ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ ശരണപ്പെടുന്ന, ദൈവസേനയിൽ ചെല്ലുവാൻ, ദൈവസേനയിൽ കാര്യം പറവാൻ യോഗ്യത നേടുന്ന, ഉപവാസത്തോടും പ്രാർത്ഥനയോടും തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവപക്ഷത്ത് നിൽപ്പാൻ, ദൈവ മുമ്പിൽ നിൽപ്പാൻ യോഗ്യത നേടുന്ന എസ്തേർ. അതുപോലെ തന്നെ മൊർദെഖായി. നോമ്പിൻ്റെ കാലഘട്ടമാണ് പ്രിയമുള്ളവരെ ഇത്. ദൈവസേനയിൽ വരുവാൻ നമ്മൾ യോഗ്യത നേടേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ മറ്റു വേദഭാഗങ്ങളൊക്കെയും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തെല്ലാമാണ് അതിനോട് ചേർന്ന് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷ വേദഭാഗം വായിച്ചപ്പോഴും അവിടെയും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വായിച്ചതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു കുഷ്ഠരോഗി, നമുക്കറിയാം യേശുവിൻ്റെ കാലഘട്ടത്തും അതിനു മുമ്പും ഈവൻ ഇപ്പോഴും കുഷ്ഠരോഗികളെ സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ സ്വീകരണമൊന്നും ഇല്ല, അല്ലേ? ഒരാൾ കുഷ്ഠരോഗിയാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ ബിഷോപ്പിൻ്റെ ആണെങ്കിലും മുഖമൊക്കെ ഒന്ന് ചുളുക്കും, അല്ലേ? കഴിയുമെങ്കിൽ എന്ത് ചെയ്യും? മാറിപ്പോകാൻ നോക്കും. ഒരു ഷേക്കാൻഡ് കൊടുക്കുമ്പോൾ കൊടുക്കത്തില്ല. കുഷ്ഠരോഗിയല്ലേ, പോട്ടെ, എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു നോക്കും, അല്ലേ? അത് ഇന്നതാണെങ്കിൽ അന്ന് എന്തുമാത്രമായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്നത്. കുഷ്ഠരോഗികളെക്കുറിച്ച് പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പ്രത്യേക കൽപ്പനകളുണ്ട്. അവർ പാളയത്തിന് പുറത്ത് താമസിക്കണം. അവർ പൊതു ആൾക്കാർ വരുന്നിടത്തൊന്നും വരാൻ പാടില്ല. അതാണ് കുഷ്ഠരോഗി. ഞാൻ കുഷ്ഠരോഗിയാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. അത് കേൾക്കുമ്പോൾ കുഷ്ഠമില്ലാത്ത അതേ വഴി വരുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? അവർ മാറിപ്പോകേണ്ടതാണ് എന്ന് അവർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നതൊക്കെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഒരു രോഗി ഇവിടെ യേശുവിൻ്റെ അടുത്ത് വരുന്നു. യേശു വഴിയിൽ നടന്നു പോകുന്ന സമയത്ത് യേശുവിൻ്റെ ശബ്ദം കേട്ടിട്ട് കുഷ്ഠരോഗി അവിടെ പറയുന്നു, ഒരു കുഷ്ഠരോഗി എൻ്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി പറയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? എന്നെ ശുദ്ധമാക്കാൻ കഴിയും. അവൻ യേശുവിനെ കുറിച്ച് എന്തുമാത്രം മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഓർക്കണം. എന്തിനാണ് അവൻ അവിടെ വന്നത്? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ ഈ യേശുവിന് സാധിക്കുമെന്ന് എങ്ങനെ അവൻ മനസ്സിലാക്കി? അവൻ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നു. യേശുവിനെ കുറിച്ച് അവൻ കൃത്യമാക്കി മനസ്സിലാക്കി. അവനും ഒരു യഹൂദനാണ്.
അവന് കുഷ്ഠരോഗിയാണെങ്കിലും അവനൊരു ദൈവവൈതലാണ്. അവനറിയാം ഇസ്രായേലിൻ്റെ യഹൂദന്മാരുടെ കാത്തിരിപ്പ് ഏതാണെന്നറിയാം. അവൻ ആലോചിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കിയുള്ള തിരുവചന സത്യം അനുസരിച്ച് ഇവൻ തന്നെയാണ് ദൈവപുത്രൻ. ഇവന് മാറ്റുവാൻ കഴിയാത്തതല്ല. ഇവന് മനസ്സുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് അവന് മനസ്സിലായതുകൊണ്ട് യേശു കടന്നു പോയപ്പോൾ യേശുവിൻ്റെ അടുത്ത് അവൻ ചെന്ന് മുട്ടുമടക്കുന്നു. യേശുവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാം. ബാക്കി ആർക്കും മനസ്സൊന്നുമില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധമാക്കാൻ കഴിയും. യേശു പറയാണ്, മനസ്സുണ്ട്, ശുദ്ധമാകും. മനസ്സുണ്ട്, ശുദ്ധമാകും. കുഷ്ഠരോഗിയോട് പക്ഷം ചേരുന്ന, കുഷ്ഠരോഗിയെ ചേർത്ത് നിൽക്കുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പഴയ കാലങ്ങളിൽ നമുക്കറിയാം, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കുട്ടികൾ, സ്ത്രീകൾ, മേശ, കസേര, അതുപോലുള്ള പാത്രങ്ങളെ, ചൂല്, നിങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അതിന് ആ ഗണത്തിലാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകളും കുട്ടികളും പെടും. കുട്ടികളെ സംബന്ധിച്ച് യാതൊരു വിലയുമില്ലാത്ത കാലം. യേശുവിൻ്റെ അടുത്തേക്ക് ശിശുക്കൾ ചെല്ലുമ്പോൾ ശിശുക്കളെ തട്ടി മാറ്റുന്ന ശിക്ഷ സമൂഹം നമുക്ക് കാണാൻ സാധിക്കും. യേശു പറഞ്ഞു, നിൽക്കുക. അവരെന്ത് ചെയ്തു? ആരോ പറഞ്ഞു, നിങ്ങൾ മാറി നിന്നിട്ട് ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ. മാറ്റി നിർത്തുന്നവരെ ചേർത്ത് നിർത്തുന്ന ഒരു ദൈവം, ഒരു കർത്താവ്, ഒരു ദൈവപുത്രൻ. പ്രിയമുള്ളവരെ, നോമ്പ് കാലഘട്ടങ്ങളിൽ നാം ദൈവത്തിന് ഇഷ്ടമുള്ളതിനെ നമുക്ക് ഇഷ്ടമുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുക. ദൈവത്തിന് ഇഷ്ടമില്ലാത്തതിനെ നമ്മുടെയും ഇഷ്ടമില്ലായ്മയിൽ ആ ലിസ്റ്റിൽ പെടുന്നുവോ എന്ന് നോക്കുക. ദൈവം ചേർത്ത് നിർത്തുവാൻ ഉദ്ദേശിക്കുന്നവനെ, ദൈവപുത്രൻ ചേർത്ത് നിർത്തുവാൻ ഉദ്ദേശിക്കുന്നവനെ നമ്മളും ചേർത്ത് നിർത്തുന്നുവോ അതോ അവനെ നമ്മൾ നിരസിക്കുന്നുവോ എന്ന് നമ്മൾ നോക്കുക. നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതിനെയാണ് നമ്മൾ ചേർത്ത് നിർത്തുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. പണമുള്ളവനെ, പണമില്ലാത്തവനെ, രോഗമുള്ളവനെ, രോഗമില്ലാത്തവനെ, മാറാരോഗം പിടിച്ചവനെ, രോഗമൊന്നുമില്ലാത്തവനെ, സമൂഹത്തിൽ വിലയുള്ളവനെ, ആരെയാണ് നമ്മൾ ചേർത്ത് നിർത്തുന്നത്? അവരോടുകൂടെയാണ് നമ്മൾ. അവരോട് ചേർന്ന് നിൽപ്പാൻ മനസ്സുണ്ടോ? ഇവിടെ അത് തന്നെയാണ് യേശുവിനോട് ചോദിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം എൻ്റെ അകത്ത് തെളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, അവർ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, പാപങ്ങളേറ്റു പറഞ്ഞു. പാപം ഏറ്റു ശുദ്ധീകരണമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കുഷ്ഠരോഗിക്ക് വരാൻ സാധിക്കാതിരിക്കുന്ന, സമൂഹത്തിൽ വരാൻ സാധിക്കാതിൻ്റെ കാര്യം എന്താണ്? കുഷ്ഠരോഗി അശുദ്ധനാണ്. അതാണ് സംഗതി. കുഷ്ഠരോഗി അശുദ്ധനാണ്. അശുദ്ധർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അശുദ്ധർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ദൈവാലയത്തിൽ വരാൻ പറ്റത്തില്ല, സമൂഹത്തിൽ വരാൻ പറ്റത്തില്ല, വീട്ടിലും വരാൻ പറ്റത്തില്ല. അശുദ്ധനാണ്. അശുദ്ധി മാറ്റിയവൻ്റെ. കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ചു എന്നുള്ളതല്ല അതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി. കുഷ്ഠരോഗിയെ അവൻ സൗഖ്യമാക്കി എന്നുള്ളതാണ്. അവൻ്റെ അശുദ്ധി മാറ്റി. അവൻ യേശുവിൻ്റെ അടുത്ത് മാത്രമല്ല, അവരെവിടെയും കയറി ചെല്ലാൻ ഭാഗത്തിന് അവനെ ശുദ്ധിയുള്ളവനാക്കി തീർത്താൻ അംഗീകരിച്ചു. ഇവിടെ എസ്തേർ രാജാവിൻ്റെ അടുത്ത് പോകാൻ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇതിനു രാജാവിൻ്റെ സന്നിധി ചെല്ലാൻ യോഗ്യത നേടുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. യോഗ്യത എന്ന് പറയുന്നത് രാജാവിന് മനസ്സിലുണ്ടാകണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, മുമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്, പ്രത്യേകമായി ആരാധനയ്ക്ക് സംബന്ധിക്കുന്നതിന് വേണ്ടിയാണ്, പ്രത്യേകമായി വേദവസ്തം വായിക്കുന്നതിന് വേണ്ടിയാണ്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. വേറെ ഒന്നിനും വേണ്ടിയല്ല. ശുദ്ധീകരണം അതുതന്നെയാണ്. ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. പ്രിയമുള്ളവരെ, ദൈവം ഇവിടെയാണെന്ന് വിചാരിക്കുക. ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് വേദവസ്തത്തിൽ പറഞ്ഞിരിക്കുന്നു. നാം അവിടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മുടെ മുമ്പിൽ ഒരു വളരെ വലിയ വിശാലം ഒരു അകലമുണ്ട്. ആ അകലം കുറയ്ക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുക. നമ്മെ അകറ്റുന്നത് നമ്മുടെ പാപസ്വഭാവങ്ങളാണ്. ദൈവം നമ്മെ അകറ്റുന്നത് പാപസ്വഭാവങ്ങളാണ്. വിശുദ്ധിയിൽ നമ്മെ അകറ്റുന്നത് നമ്മുടെ അശുദ്ധിയാണ്. അപ്പോൾ അശുദ്ധികൾ കഴുകിക്കളയാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ, അത് ദൈവവും നാവുമായിട്ടുള്ള അകലം കുറയ്ക്കാൻ, വിശുദ്ധിയുമായിട്ടുള്ള ദൈവിക വിശുദ്ധിയുടെ അതിനോട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നോമ്പ് കാലഘട്ടങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തിരുവചനം നമ്മൾ വായിക്കുക. അത് നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ശക്തിപ്പെടുമെന്നുള്ള കാര്യത്തിന് സംശയവുമില്ല. നമ്മെ മുമ്പോട്ട് നയിക്കുന്ന നമ്മുടെ ചിന്തകൾ രൂപാന്തരപ്പെടും എന്നുള്ള കാര്യത്തിന് സംശയവുമില്ല. നല്ല ചിന്തകൾ ഉള്ളിടത്ത് നല്ല പ്രവർത്തികൾ വരും എന്ന് സംശയമില്ലല്ലോ. അതുകൊണ്ട് നല്ല ചിന്തകൾ നമുക്കുണ്ടാകുവാൻ, നല്ല വിചാരങ്ങൾ നമുക്കുണ്ടാകുവാൻ, നല്ല പ്രവർത്തികൾ നമ്മൾ ഉരുവാകുവാൻ, നല്ല പ്രവർത്തനങ്ങൾക്കുള്ള മോട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിപ്പാൻ വായിക്കുക ദൈവത്തിൻ്റെ വചനം. നന്മയെക്കുറിച്ചുള്ള വചനങ്ങൾ, ശുദ്ധീകരണത്തിലുള്ള വചനങ്ങൾ, നമ്മെ അശുദ്ധരാക്കി തീർക്കുന്ന പാപസ്വഭാവങ്ങൾ വിടുതലുള്ള വചനങ്ങൾ, അതെല്ലാം ഇതിലുണ്ട്. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ എത്ര പേര് നോമ്പെടുത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. നോമ്പെടുക്കുകയോ എടുക്കാതിരിക്കുകയോ. നോമ്പെടുക്കാതെ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചില പ്രത്യേക ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ
മെൽബണിൽ പോകാൻ, ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ നിന്ന് അച്ഛൻ വിളിച്ചു, തിരുമേനി എല്ലാവരും ചോദിക്കുന്നു നോമ്പ് തിരുമേനിയോട് നോമ്പ് എടുക്കരുത് എന്ന് പറയണം. നോമ്പുണ്ടോയെന്ന് അവർക്ക് അറിയത്തില്ല, നോമ്പെടുക്കുന്ന രീതി ഉണ്ടോ എന്ന് തിരുമേനിക്കുണ്ടോ എന്ന് അറിയത്തില്ല, അതുകൊണ്ട് നോമ്പെടുക്കരുത് എന്ന് പറയണം. ഞാൻ ചോദിച്ചു, അച്ഛാ അതെന്നാ? അവരുടെ വീട്ടിലെല്ലാം തിരുമേനിയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെയെല്ലാം ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ളത് എന്താ, ആ തിരുമേനി ഒന്ന് സൽക്കരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇച്ചിരി ഇറച്ചിയും മീനൊക്കെ തരാതെ എങ്ങനെയാണ് അല്ലേ? അതുകൊണ്ട് നോമ്പെടുക്കരുത് എന്ന് പറയണം, നോമ്പുണ്ടെങ്കിൽ. അച്ഛനത് അച്ഛാ, ഞാൻ പറഞ്ഞു, അച്ഛാ അത് മാത്രം പറ്റത്തില്ല, വേറെ എന്നാ വേണേലും ചെയ്തോ പറഞ്ഞുകൊള്ളുക, അവരോട് പറയുക സാധാരണ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ മതി, മറ്റ് ഭക്ഷണം വിശേഷപ്പെട്ട ഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയണം. വീണ്ടും അച്ഛൻ പറഞ്ഞു, തിരുമേനി നോമ്പ്. ഞാൻ പറഞ്ഞു, അച്ഛാ അത് മാത്രം പറ്റരുത്, കാരണം നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് ഞാൻ അവിടെ, നോമ്പിൻ്റെ നടുമുറിക്കാണ് എന്ത് ചെയ്ത് അവിടെ ചെല്ലുന്നത്. പറഞ്ഞാൽ കഠിനമായിട്ടുള്ള നോമ്പിൻ്റെ സമയമാണ്, കഷ്ടാനുഭവാഴ്ചയിലാണ് ആ സമയത്ത് അവിടെ ഉള്ളത്. അതുകൊണ്ട് അത് മാത്രം പറയരുതേ, അവരോട് സ്നേഹബുദ്ധിയാ പറയണം എന്ന് പറയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത്, ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിയുന്ന സ്വഭാവം നമുക്കുണ്ടായിരിക്കാം, ഇല്ലാത്ത സ്വഭാവം ഉണ്ടായിരിക്കാം. ഭക്ഷണം കഴിക്കുന്നവനും ഇറച്ചിയും മീനും കഴിക്കുന്നവനും ദൈവത്തെ സ്തുതിക്കുന്നു, ഇറച്ചി മീനും കഴിക്കാത്തവനും എന്ത് ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു അല്ലേ? ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ദൈവത്തിനെ അനുസരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഈ ആധുനിക കാലത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വെടിഞ്ഞാൽ അതിൻ്റെ ഗുണം കൂടുതലായിട്ട് ആർക്ക് തന്നെയായിരിക്കും? ആർക്കായിരിക്കും? നമുക്ക് തന്നെയായിരിക്കും അല്ലേ? ഈ കൊളസ്ട്രോളും ഈ ഹാർട്ടും ഈ ഷുഗറും ഇതെല്ലാം ഒരു കുറവ് വരാൻ എന്ത് ചെയ്യും? കുറച്ചൊരു 19 ദിവസം ഈ പറഞ്ഞിരിക്കുന്ന മൃഷ്ടാന്ന ഭോജനം കഴിക്കാണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യും? കുറച്ചൊക്കെ ഒരു സമാധാനം നമുക്ക് കിട്ടും അല്ലേ? ഒരു 10 ദിവസം കൂടെ കൂടുതൽ എന്ത് ചെയ്യാമെന്ന് ഒരുപക്ഷെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുമായിരിക്കും അല്ലേ? അസുഖമില്ല ജീവിക്കാൻ, അസുഖമില്ലാതെ ജീവിക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ നേട്ടം ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെ. പിന്നെ പൈസ എന്ത് ചെയ്യും? പോക്കറ്റ്. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് പറയും, നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്താണ് നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? അവരും അന്നും നോമ്പെടുക്കുന്നുണ്ടായിരുന്നു. അതിനെ ശാസിച്ചുകൊണ്ട് പ്രവാചകൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു, കാണുവാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം നോമ്പ് ആചരണം എന്ന് പറയുന്നത് ദൃശ്യമായ ആ ആചാരം എന്ന് പറയുന്നതിൻ്റെ അപ്പുറമായി അതിൻ്റെ ആന്തരികമായ ഒരു അർത്ഥമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആന്തരികമായ അർത്ഥമുണ്ട്. ഭൗതികമായ ആചരണത്തിൻ്റെ പിന്നിൽ ആന്തരികമായൊരു കാര്യമുണ്ട്. കാണുന്ന ഒരു ചെയ്തിയിൽ അതിന് കാണാത്തൊരു കാര്യം കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു. കാണുന്നതിനേക്കാൾ കാണാത്തതാണ് പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ദൈവമുമ്പാകെ നമുക്ക് ചെല്ലാനായിട്ടാണ്, നമ്മൾ ദൈവസന്നിധിയിലും അടുക്കാനാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ, ദൈവനാമങ്ങൾ അകലം കുറയ്ക്കാനാണ് നമ്മൾ നോമ്പെടുക്കുന്നതെങ്കിൽ അതിന് കാരണമായിരിക്കുന്ന സംഗതി എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് പാപമാണ്, നമ്മിലെ പാപമാണ് എന്ത് ചെയ്യുന്നത്? ദൈവവുമായിട്ട് നമ്മെ അകറ്റുന്നത്. അതിൽ നിന്നുള്ള വിടുതലാണ് ഈ നോമ്പിലൂടെ ഉണ്ടാകേണ്ടത്, ഉപവാസത്തിലൂടെ ഉണ്ടാകേണ്ടത്, പ്രാർത്ഥനയിലൂടെ ഉണ്ടാകേണ്ടത്. ഓരോ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുമ്പോൾ, ദേവാലയത്തിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മുട്ടുമടക്കുമ്പോൾ അത് നമ്മൾ ഓർത്തുകൊള്ളുക, ദൈവമേ കുറവുകളെ ക്ഷമിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ചെല്ലുവാൻ നമുക്കിടയായി തീരണം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം വായിക്കാൻ പ്രത്യേകമായി സമയമെടുക്കണമെന്ന് ഞാൻ സമയത്ത് ഓർക്കട്ടെ. സാധാരണ ആൾക്കാരെ പോലെ അല്ല നമ്മൾ CSIക്കാരെന്ന് പ്രത്യേകമായിട്ട് വിചാരിക്കുക. അതിൽ നിന്നും ഒരു പടി കൂടെ ഉയർന്ന ഒരു ആത്മീക നിലവാരം പുലർത്താൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നില്ല എങ്കിൽ നമുക്കുണ്ട് എന്ത് വിശേഷതകളും അല്ലേ? വായിക്കുക, വേദോസം വായിക്കുന്നവരായിരിക്കണം നമ്മൾ. CSIക്കാർ വേദോസം വായിക്കുന്നവരായിരിക്കണം. അവരെല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അവർ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉള്ളവരായിരിക്കണം. നോമ്പിൽ അത് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ല എങ്കിൽ നോമ്പിൽ അത് പുനഃസ്ഥാപിക്കാനും നോമ്പിന് ശേഷം അത് തുടരാനും ദൈവം നമുക്ക് ഇടയായി തീരട്ടെ. യേശു ഇവിടെ പറയുന്നു, 42-ാം വാക്യം, വിശുദ്ധ മർക്കോസ് ശേഷം 1-ാം അധ്യായം 42-ാം വാക്യം. യേശു അവനെ തൊട്ടു, മനസ്സുണ്ട് ശുദ്ധമാക എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് മനസ്സില്ല എന്നുള്ളതല്ലേ? പള്ളിയിൽ പോകാൻ പിള്ളേരോട് ചോദിക്കുമ്പോൾ പള്ളിയിൽ പോകാൻ മനസ്സില്ല, പള്ളിയിൽ പോകാൻ മനസ്സില്ല, പഠിക്കാൻ മനസ്സില്ല, പാഠപുസ്തകം വായിക്കാൻ മനസ്സില്ല, വേദോസം വായിക്കാൻ മനസ്സില്ല, പ്രാർത്ഥിക്കാൻ മനസ്സില്ല, അനുസരിക്കാൻ മനസ്സില്ല, കേൾക്കാൻ മനസ്സില്ല. അവിടെ യേശു പറയുന്നു, എന്താ പറയുന്നത്? മനസ്സുള്ളവരായി നമുക്ക് തീരാം. യേശുവിൻ്റെ ശിഷ്യന്മാരായി ജീവിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കണം. മനസ്സുള്ളവനായ ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനോട് ചേരുവാൻ ആഗ്രഹിക്കുന്ന നമുക്കും ആ മനസ്സുണ്ടായിരിക്കണം. നമുക്കും പറയാം, മനസ്സുണ്ട് കർത്താവേ, ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു വരാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്ത്യ ജീവിതം നയിച്ചൊടുക്കും
ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യഭവനങ്ങളിൽ ചെന്ന് ചേരുവാൻ തക്കവണ്ണം നമ്മൾ ഇടയാകേണ്ടതിന് വേണ്ടി അതിനെ മാതൃകയായി ഈ ഭൂമി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനോട് നമ്മെ സഹായിക്കുകയും ശക്തിയിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.